എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യോഹന്നാൻ 9:2-3 വാക്യങ്ങൾ. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചിന്തയിൽ നമ്മൾ പങ്കുവച്ചത് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം ആരംഭം മുതലുള്ള വാക്യങ്ങളാണ്. അതിനെ തുടർന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഭാഗമാണ് ഇന്ന് വായിച്ചത്. പഴയ നിയമ ചിന്താഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അസാധാരണമായ ശാരീരിക രോഗങ്ങൾ, തളർവാദം, അതുപോലെ അന്ധത, കുഷ്ഠരോഗം, ഇങ്ങനെയുള്ളതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മുൻകാല പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് ചിന്തിച്ച ആളുകളാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലും ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ തൻ്റെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് വിമർശിച്ച സ്നേഹിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് പാപവും രോഗവും വേദനയും ആളത്വത്തിൻ്റെ പൂർണ്ണതയ്ക്കും വളർച്ചയ്ക്കും സഹായകരമാണ്. പാപം ചെയ്യുന്നതിനാൽ രോഗം വരില്ല എന്ന് വേദപുസ്തകം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ എല്ലാ രോഗങ്ങളും പാപം കൊണ്ടാണെന്നും പഠിപ്പിച്ചിട്ടില്ല. ഇവ ഉളവാക്കുന്ന വേദനയെ വിജയകരമായി അഭിമുഖീകരിക്കാനും അത് വിടുതൽ ദായകമായി പരിണമിക്കാനും ഇടയാകണം. ശിക്ഷയ്ക്കല്ല, രക്ഷയ്ക്കാകണം വേദനകൾ. സ്വകീയ അനുഭവം മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണം. കാരണങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർക്ക് ആത്യന്തികമായ ദൈവോദ്ദേശം നിറവേറ്റുന്നതിനായി ഇത് സംഭവിച്ചു എന്ന് യേശു വെളിപ്പെടുത്തി. അതാണ് നമ്മൾ വായിച്ചത്. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ. ഇത് ഉൾക്കൊള്ളാൻ കേട്ടറിവല്ല, ദൈവവുമായുള്ള സംസർഗമാണ് അനിവാര്യം. ഇയ്യോബിൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ്. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇയ്യോബ് 42-ാം അധ്യായം 5-ാം വാക്യം. ജീവിത വേദന എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ സ്വയ സഹതാപമല്ല, നമ്മെ മുഴുവനായി അറിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ് ആവശ്യം. അപ്പോഴാണ് തിക്തമായ അനുഭവങ്ങൾ നമ്മുടെ ആളത്വത്തിൻ്റെ പൂർണ്ണതയ്ക്കും വളർച്ചയ്ക്കും ഉതകുന്നത്. മറ്റൊരു ചിന്ത, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവദർശനം. ജന്മദിനത്തെ പോലും ശപിച്ച ഇയ്യോബിൻ്റെ ലോകം ശാപയോഗ്യമാണെന്ന ധാരണയെ തിരുത്തി കുറിക്കുന്ന വിശ്വാസ പ്രഖ്യാപനത്തോടാണ് ഇയ്യോബിൻ്റെ പുസ്തകം അവസാനിക്കുന്നത്. ജന്മസാഫല്യം ദൈവദർശനത്തിലൂടെ ദൈവമഹത്വത്തിനായി എന്ന അനശ്വരമായ ദൈവാലോചന ജീവിത യാഥാർത്ഥ്യമായ വേദനയെ അഭിമുഖീകരിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. സ്നേഹവാനായ ദൈവത്തിൻ്റെ ഇടപെടലിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന രൂഢമൂല വിശ്വാസവും ഇയ്യോബിൻ്റെ സന്ദേശമാണ്. വില്യം പി ബ്രോൺ ഈ വ്യതിയാനത്തെ പറ്റി പറയുന്നത്, ഫോർ ജോബ് ദ വേൾഡ് ഈസ് റീകൺസ്ട്രക്റ്റഡ് ബൈ എ flawlessly loving God, the same world that Job had caused to chaos. ഈ സ്നേഹവാനായ ദൈവം
വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കുന്നവനാണ്. ക്രൂശിൻ്റെ സന്ദേശവും ഇതല്ലാതെ മറ്റൊന്നുമല്ല. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമായ ക്രൂശിൻ്റെ വചനം രക്ഷയുടെ സന്ദേശമായി പരിണമിക്കുന്നത് സ്നേഹവാനായ ദൈവം വേദനിക്കുന്ന ഏവരോടും കൂടെ താതാത്മ്യപ്പെടുന്നതിലൂടെയാണ്. നമുക്കായി അവൻ ക്രൂശിക്കപ്പെട്ടു. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ദൈവദർശനത്തിലൂടെ ലഭ്യമാകുന്ന വിശ്വാസ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ ജന്മസാഫല്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇയ്യോബിന്റെ കഷ്ടതയോ ലോകത്തിലുള്ള ദുഷ്ടതയോ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു വിശദീകരണവും യഹോവയിൽ നിന്ന് ലഭിച്ചില്ല എങ്കിലും തൻ്റെ എല്ലാ ആത്മവ്യഥകൾക്കും അതീതമായി സൃഷ്ടിയുടെ പിന്നിലെ ദൈവനീതിയും ദൈവോദ്ദേശവും ഇയ്യോബ് അംഗീകരിക്കാൻ മനസ്സായി. വേദപുസ്തക ധ്യാന ചിന്തകൾ എന്ന പുസ്തകത്തിൽ റവറൻഡ് ഡോക്ടർ CP മാത്യു അച്ഛൻ പറയുന്നത്, മനുഷ്യ ആളത്വത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ്റെ ദുരവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ദൈവം, മനുഷ്യൻ, ലോകം എന്നിവയെക്കുറിച്ചും ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ആത്മബോധത്തിലുളവാകുന്ന പരിവർത്തനങ്ങളാണ് ഇയ്യോബ് പുസ്തകത്തിലെ ഉള്ളടക്കം. അപ്പോൾ മനുഷ്യയുക്തിയുടെ നിരീക്ഷണത്തിനോ ബുദ്ധിയുടെ ത്വാത്യ ചിന്തകൾക്കോ യോജിക്കുന്നില്ലെങ്കിലും ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവശബ്ദം കേട്ടതോടെ ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് ഇയ്യോബിൻ്റെ ആത്മത്തിലുണ്ടായ ഉണർച്ചയോ ആത്മപരിവർത്തനമോ തൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലായി മാറി. വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും എന്ന കർത്താവിൻ്റെ വാക്കുകൾ സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ്. ദൈവസംസർഗവും ദൈവദർശനവും ജീവിതത്തിന് അനിവാര്യമാണ്. അത് അനുഗ്രഹകരമായി നമുക്ക് ഭവിക്കട്ടെ. ക്ലേശങ്ങളിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ നമ്മെല്ലാവരെയും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ക്ലേശങ്ങളെക്കാൾ അപ്പുറത്ത് അങ്ങയുടെ ക്രൂശിൻ്റെ വേദനയുണ്ട് എന്ന് തിരിച്ചറിയുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ബലവും ഊർജവും ഞങ്ങൾക്ക് നൽകണമേ. ക്രൂശുമരണത്തെ അതിജീവിച്ച കർത്താവിൻ്റെ ഇച്ഛാശക്തിയാൽ ഞങ്ങളുടെ എല്ലാ കഷ്ടതകളെയും ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയും മറികടന്നു പോകാനുള്ള കൃപയും ഇച്ഛാശക്തിയും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഭവങ്ങളുടെ പുതിയ വഴികളിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തോടെ നടന്നു പോകുവാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം ഏവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.